എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ജൂലൈ മാസം 3-ാം തീയതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷൻസ് ഉപയോഗപ്പെടുത്തുക, കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, 2026 ജൂലൈയിൽ ആന്ധ്രാപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട്. ഉത്തരം അല്ലൂരി സീതാരാമ രാജു ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഭോഗപുരം. 2026 ജൂലൈയിൽ ആന്ധ്രാപ്രദേശിൽ നിലവിൽ വരുന്ന പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ടിൻ്റെ പേരാണ് അല്ലൂരി സീതാരാമ രാജു ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഭോഗപുരം. അടുത്ത ചോദ്യം, രാജ്യം മുഴുവൻ ആംബുലൻസ് സേവനങ്ങൾക്കായി നടപ്പിലാക്കുന്ന ഏകീകൃത നമ്പർ. ഉത്തരം 112. അതായത് രാജ്യം മുഴുവൻ ആംബുലൻസ് സേവനങ്ങൾക്കായി നടപ്പിലാക്കുന്ന ഏകീകൃത നമ്പർ എന്ന് പറയുന്നത് 112, 112. ശ്രദ്ധയോടെ പഠിക്കുക. നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസ് വളരെ ശ്രദ്ധയോടെ പഠിക്കണം. കാരണം ഇനി വരുന്ന LDC പരീക്ഷകൾക്ക് 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന്. മറ്റുള്ള 10th ലെവൽ പ്രിലിംസിനായിക്കോട്ടെ VFA ആയിക്കോട്ടെ എല്ലാത്തിനും 10 മാർക്ക് വെച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, 2026 US ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം. ഉത്തരം കിഡംബി ശ്രീകാന്ത്. 2026 US ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് കിഡംബി ശ്രീകാന്ത്. തെറ്റെഴുത്. US ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പാണ്. അതിൽ വെള്ളി മെഡൽ നേടിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ താരമായ കിഡംബി ശ്രീകാന്ത്. അടുത്ത ചോദ്യം, 2026 ജൂലൈയിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ നിശാശലഭം. ഉത്തരം ചന്ദന തോഴി. അതായത് കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ നിശാശലഭം എന്ന് പറയുന്നതാണ് ചന്ദന തോഴി എന്ന് പേരിട്ടുള്ള നിശാശലഭത്തിനെ 2026 ജൂലൈയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ VBGRG പദ്ധതി നിലവിൽ വന്നത് എന്നാണ്. ഉത്തരം 2026 ജൂലൈ 1. നമുക്കറിയാം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ VBGRG എന്ന പദ്ധതി നിലവിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ 2026 ജൂലൈ 1 അത് നിലവിൽ വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചാലറിയാം, ഈ 2026 നടന്ന പരീക്ഷകളിൽ ഇതിൻ്റെ പ്രഖ്യാപനം, ഈ പേര് മാറി പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ PSC ചോദിച്ചു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇതിൻ്റെ പേര് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. പിന്നെ ജൂലൈ 1 ഇതിപ്പോൾ ആരംഭിച്ചും കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം, മധ്യപ്രദേശിൽ നിന്നും ഏറ്റവും ഒടുവിൽ GI ടാഗ് ലഭിച്ച പ്രധാന കാർഷിക ഉൽപ്പന്നം ഏതാണ്? ഉത്തരം ഖുറാസാനി ഇംലി അഥവാ മന്ദു ഇംലി എന്ന് പറയുന്നതാണ് മധ്യപ്രദേശിൽ നിന്ന് ഏറ്റവും ഒടുവിൽ GI ടാഗ് ലഭിച്ച പ്രധാന കാർഷിക ഉൽപ്പന്നം. അപ്പോൾ ഇതെല്ലാമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസ.